ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു ഫുൾ വിശേഷം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ നല്ലൊരു ശുഭദിനം ആദ്യമേ തന്നെ അങ്ങോട്ട് പറയട്ടെ കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ. പിന്നെ കുറച്ച് മുത്തുമണീസൊക്കെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്ക് കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന സീരിയലിൻ്റെ പ്രൊമോസും മറ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തണ്ടേ. അപ്പോൾ ഒന്ന് സബ്ബും കൂടെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ട് പോവാം. വേറൊന്നുമില്ല, നമ്മൾ ഇന്നലെ കുറച്ച് പറഞ്ഞായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ രാവിലെ തന്നെ ആ ഫുൾ വിശേഷം അങ്ങോട്ട് ഇടാമെന്ന് വെച്ചത്. അതായത് നമ്മുടെ ശിവശങ്കരൻ വന്ന് ബാലേന്ദ്രനെ കാണുന്നുണ്ട്, പിന്നെ അലീനയെ കാണുന്നുണ്ട്. അപ്പോൾ അലീനയെ കണ്ടിട്ട് വേറൊന്നുമില്ല, അതായത് ഹരിക്ക് വേണ്ടിയിട്ട് ശരണ്യയുടെ അടുത്ത് ഒന്ന് റെക്കമെൻഡ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മുടെ അലീനയ്ക്ക് ഹരിക്ക് വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ അലീന പറയണ്. കാരണം അവൻ ചെയ്ത അത്രയ്ക്കും വലിയൊരു ക്രൂരതയാണെങ്കിൽ എന്ന് പറയണ്. കാരണം ആ ഒരു പെൺകുട്ടിയെ ഇതിനു മുന്നേയും അവൻ പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള അവസരം അവന് കിട്ടാത്തത് കൊണ്ടാണ് പല സന്ദർഭങ്ങളും അവൻ ഒരുക്കി. പക്ഷേ ശരണ്യ അന്നേരം ഒന്നും വഴങ്ങിയില്ല, അതായത് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ. പക്ഷെ അവൻ ഇപ്പോൾ ആണായിട്ട് അങ്കിളുടെ അടുത്ത് പറയുന്നുണ്ട് അവൻ എന്ത് ക്രൂരമായിട്ടാണ്, അങ്ങനെ ഒരു വഴങ്ങലിന് പറ്റാത്തത് കൊണ്ടാണ് അവൻ ഇപ്പോൾ മയക്കുമരുന്ന് കൊടുത്ത് ആ കുട്ടീനെ ഈ രീതിയിൽ പീഡിപ്പിച്ചത്. സ്വയം പീഡിപ്പിക്കാൻ മാത്രമല്ല കൂട്ടുകാർക്കും കൂടെ കാഴ്ചവെച്ചിരിക്കുന്നു. ലോകത്ത് ഇത്രയും ക്രൂരത ഉള്ളൊരു മനസ്സ്, സൈക്കോ മൈൻഡ് അങ്കിളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടി അന്നേരം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അവൻ്റെ വീട്ടുകാരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്, അതൊക്കെ ഒന്ന് അങ്കിൾ ചിന്തിച്ച്. അങ്കിളിന് ഒരു മോളുണ്ട്, ആ മോക്കാണ് ഈ അവസ്ഥ വന്ന അങ്കിൾ ഏതറ്റം വരെ അങ്കിൾ ചെല്ലില്ലേ എന്നിങ്ങനെ അലീന പറയണം. ശരിയാ മോളെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്, പക്ഷെ ഞാനൊരു അച്ഛനായി പോയില്ലേ എന്ന് ശിവശങ്കരൻ നമ്മുടെ അലീനയുടെ കൂടെ പറയുകയാണ്. അപ്പോൾ അലീന പറഞ്ഞ അങ്കിളെ, അവന് വേണ്ടിയിട്ട്, ഹരിക്ക് വേണ്ടിയിട്ട് അങ്കിള് ഒരു വാക്ക് സംസാരിക്കേണ്ട, ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല. അവന് എത്രത്തോളം ശിക്ഷ കിട്ടുമോ അത് കിട്ടിക്കോട്ടെ. അവന് പറ്റുമെങ്കിൽ ഒരു മാനസിക കേന്ദ്രത്തിൽ കൊണ്ടുപോയി അവൻ്റെ മനസ്സും കൂടെ ഒന്ന് ചികിത്സിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് വളരെ ഇതായിട്ട് തന്നെ സങ്കടത്തോടു കൂടെ തന്നെ അലീന ശിവശങ്കരൻ്റെ അടുത്ത് പറയുന്ന സീനാണ്. അന്നേരം ശിവശങ്കരൻ പറയുന്നുണ്ട്, എനിക്കറിയാൻ മോളെ, അവൻ ചെയ്ത തെറ്റിന് അവന് ജീവപര്യന്തോ കഠിന തടവോ എന്താണെന്ന് വെച്ചാൽ കിട്ടിക്കോട്ടെ. പക്ഷേ ചെയ്യാത്തൊരു കുറ്റം ഉണ്ടല്ലോ മോളെ, ബോക്സോ കേസ്, അതൊന്നും ഒഴിവാക്കി കിട്ടണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോള് പറഞ്ഞതിൻ്റെ ആ ഒരു ഉള്ളടക്കം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ശിവശങ്കരൻ അലീനയുടെ കൂടെ പറയാണ് കേട്ടോ. അവസാനം അങ്കിളിന് എന്നോടൊന്നും തോന്നരുത് ഹരിക്ക് വേണ്ടിയിട്ട്, പിന്നെ ഹരിക്ക് വേണ്ടിയിട്ട് ഞാൻ ശരണ്യയുടെ കൂടെ ഒന്നും പറയില്ല അങ്കിൾ, എനിക്കതിനുള്ളൊരു മനസ്സില്ല. കാരണം എന്നോട് ചെയ്ത ക്രൂരത പോലും എൻ്റെ ഉള്ളിൽ ഞാൻ അത് അടക്കി വെച്ചൊക്കെയായിരുന്നു. അന്നൊരു പക്ഷേ ഞാൻ ഈ ക്രൂരതയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ശരണ്യ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് അലീന പറഞ്ഞു കേട്ടോ. അങ്ങനെ അങ്കിളിന് എന്നോടൊന്നും തോന്നരുത്, കാരണം അങ്കിളിന് വേണമെങ്കിൽ പിന്നെ നമ്മുടെ ശരണ്യയുടെ ഫാമിലിയായിട്ട് അങ്കിളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ശരി മോളെ, ഞാനിത് പറയാൻ വേണ്ടി നിൻ്റെ അടുത്ത് വന്നതാണെന്ന് പറഞ്ഞ് നമ്മുടെ ശിവശങ്കരൻ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞാൻ വൈജയെ കൂടെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അന്നേരം അലീന അങ്കിളെ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട്, കഴിഞ്ഞ ദിവസം മാഡം എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു റിക്വസ്റ്റുമായിട്ട്, അതായത് വെല്ലുവിളിക്കാനല്ല റിക്വസ്റ്റുമായിട്ടാണ് വന്നത്. അതായത് ഞാൻ ഇവിടെ നിന്ന് മാറിക്കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മാറേണ്ട ആളല്ലേ, ഞാൻ മാറിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, മോളെ അവളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, കാരണം അവൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് മോളത് കാര്യമാക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിവശങ്കരൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരിയാ, പലതും മനസ്സിലാകാത്തതും അല്ലെങ്കിൽ അറിയാത്തതും കൊണ്ടാണല്ലോ പലർക്കും പലതും സംഭവിക്കുന്നതെന്നുള്ളൊരു ടോണിൽ അലീന സംസാരിക്കുകയാണ്. അങ്ങനെ ശിവശങ്കരൻ അവിടെ നിന്ന് നേരെ വൈജയുടെ റൂമിൽ ചെന്ന് കുട്ടി വൈജയായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്ക് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, എനിക്ക് എൻ്റെ വീടും എൻ്റെ മക്കളെയും തിരിച്ചു കിട്ടണം. ഈ കുടുംബവുമായിട്ട് പിന്നൊരു ബന്ധം അവൾക്ക് പാടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചായിരുന്നു അലീനയുമായിട്ട്.
അപ്പോൾ അവൾ ഇവിടെ നിന്ന് പൊക്കോളാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു തിരിച്ചു വരവ് ഇവിടെ ഉണ്ടാകരുത്. അപ്പം നമ്മുടെ ശിവശങ്കരൻ വൈജയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം വൈജ, വേറൊന്നുമല്ല, അവൾ ഇപ്പം എന്തായാലും പോകാമെന്ന് നിൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോകട്ടെ, ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഒരു ബന്ധവും പാടില്ല എന്നൊന്നും എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല എന്ന് ശിവശങ്കരൻ പറഞ്ഞു. എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ എപ്പോഴും അലീനയുടെ കാര്യം പറയുമ്പോൾ ശിവേട്ടനൊക്കെ എന്തിനാണ് അവളെ സൈഡ് പിടിക്കണത്? എവിടെയോ തെരുവിൽ അവളെ പിഴച്ച് പ്രസവിച്ച് വന്ന അവളെ എന്തിനാണ് നിങ്ങളൊക്കെ ഈ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, വൈജേ, നീ വാക്കുകൾ ആലോചിച്ചിട്ട് സംസാരിക്കണം. നിൻ്റേതായ ഒരു വിവരം നിനക്കില്ലേ? നിനക്ക് ഇത്രയ്ക്കും വിവരവും വിവേകം ഇല്ലാത്തൊരു വ്യക്തിയാണോ എന്ന രീതിയിലൊക്കെ ശിവശങ്കരൻ വൈജ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ അവളെ പറയും, അവൾക്ക് എന്ത് യോഗ്യത ഇരിക്കുന്ന എൻ്റെ മുന്നിൽ നിൽക്കാനുള്ള. അതെ, യോഗ്യതയുടെ കണക്കൊന്നും പറയണ്ട, നമുക്കും കുറേ പാളിച്ചകളൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് യോഗ്യതയെക്കുറിച്ചൊന്നും നീ അധികം പ്രസംഗിക്കേണ്ട. എന്തായാലും ഇപ്പോഴവൾ പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ, ആദ്യം അത് നടക്കട്ടെ, പിന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാമെന്ന് ശിവശങ്കരൻ വൈജയുടെ അടുത്ത് പറയണം. എന്നിട്ട് അവിടെ നിന്നും പോകണം. അത് കഴിഞ്ഞിട്ടും നമ്മുടെ ശിവശങ്കരൻ നേരെ ഈ അലീന പറഞ്ഞല്ലോ ശരണ്യയുടെ ഫാമിലിയായിട്ട് സംസാരിക്കാൻ, അങ്ങനെ നമ്മുടെ പ്രഭാകരനെ വിളിക്കുകയാണ്. അങ്ങനെ പ്രഭാകരനെ വിളിച്ചിട്ട് പ്രഭാകരൻ്റെ ഭാര്യ ഫോൺ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ട് സംസാരിക്കുന്ന ആളാണ്, എൻ്റെ പേര് ശിവശങ്കരൻ എന്നാണ്, അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പ്രഭാകരൻ ഫോണിൽ കൂടെ പറയുന്നുണ്ട്. അന്നേരം ശിവശങ്കരൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകളുടെ ആ ഒരു കേസ് ഇങ്ങനെ പറഞ്ഞിട്ട് അതിലെ ഒന്നാം പ്രതിയായ ഹരിശങ്കറിൻ്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രഭാകരൻ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. താനൊക്കെ എന്തിനാണോ ജീവിച്ചിരിക്കണം? ഒരു പിടി കയറും ഇടിച്ച് തൂങ്ങി ചത്തുകൊണ്ടിടോ ഇങ്ങനെ ഒരുത്തരെ ഉണ്ടാക്കി വെച്ച നേരം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രഭാകരൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവന് കിട്ടാവുന്ന ശിക്ഷ എത്രയാണെങ്കിലും അവന് കിട്ടിക്കോട്ടെ, പക്ഷെ അവൻ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ അവനെ ശിക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പം പ്രഭാകരൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, എന്താണ് ചെയ്യാത്ത തെറ്റ്? അതായത് ബോക്സോ കേസ്. അവൻ 2 കൊല്ലം മുന്നേ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ നിങ്ങളുടെ മകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഇല്ലാത്തൊരു കേസാണ്. അപ്പോൾ അത് നിങ്ങൾ കോടതിയിൽ അതങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയണമെന്ന് പ്രഭാകരൻ പറഞ്ഞു. അത് മാത്രമല്ല, ബാലപീഡനത്തിനും കൂടെ വേണമെങ്കിൽ ഞാൻ അവൻ്റെ പേരിൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വിഷമവും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ എനിക്കറിയാം പ്രഭാകര, പക്ഷെ ഞാനും നിങ്ങളെപ്പോലെ അത് അനുഭവിക്കുന്ന ഒരു അച്ഛനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. താൻ ഇനി മേലാൽ എന്നെ ഈ കാര്യത്തിന് വേണ്ടി വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പ്രഭാകരൻ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ ചോദിക്കുന്നു, അമ്മയ്ക്ക് മനസ്സിലായി കാര്യങ്ങൾ ഇന്ന ആളാണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ പ്രഭാകരൻ ശരണ്യയുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ആ ഹരിയെന്ന് പറഞ്ഞ തെണ്ടിയുടെ അച്ഛനാണ് വിളിച്ചത്, നമ്മൾ ബോക്സോ കേസിൽ നിന്ന് അവനെ ഒഴിവാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ ശരണ്യയുടെ അമ്മ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല. എന്തൊക്കെ പറഞ്ഞാലും മക്കൾ ചെയ്യുന്ന എത്ര തെറ്റാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കൊള്ളരുതായ്മയാണെങ്കിലും അത് അനുഭവിക്കുന്നത് ആ മാതാപിതാക്കളാണ് എന്നൊരു വാക്ക് മാത്രമേ ശരണ്യയുടെ അമ്മ പറഞ്ഞുള്ളൂ. അത് ശരിക്കും ശരിയാണ്. നമ്മുടെ മക്കൾ ലോകത്തുള്ള എത്ര വലിയ തെറ്റ് ചെയ്തോട്ടെ, നമ്മുടെ വളർത്തു ദോഷമാണോ അത് നമ്മളെ അവരെ ആ രീതിയിൽ മക്കളെ വളർത്തി ആ നല്ല രീതിയിൽ ആക്കാത്തത് നമ്മുടെ ഒരു കുറ്റം തന്നെ ആയിരിക്കാം. പക്ഷേ ആ തെറ്റിൻ്റെയൊക്കെ മക്കൾ അഥവാ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ ഫലം ആ മാനസിക പീഡനങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മക്കളെക്കാട്ടിലും കൂടുതൽ ആ മാതാപിതാക്കളാണ്. അവരെന്ത് തെറ്റാണ് ചെയ്തത്? മക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കണോ, പഠിക്കാനുള്ള എല്ലാം കൊടുക്കണോ, എന്നിട്ടും ഈ ഒരു താന്തോന്നിത്തര വേലകൾ ചെയ്ത് മാനസികമായിട്ട്, ഇപ്പോൾ ശിവശങ്കരൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ആ മനുഷ്യൻ ഇനി പോയി മുട്ടാത്ത പടിവാതിലുകളില്ല ആ മകന് വേണ്ടിയിട്ട്. ഒരു മനുഷ്യനും ഈ പീഡന കേസിൽ ഒന്ന് തലയിടാൻ കൂടെ കൂട്ടാക്കുന്നില്ല. കാരണം തലയിട്ട് കഴിഞ്ഞാൽ നാറ്റ കേസാണ്. എന്നിട്ടും ജോലിയും കളഞ്ഞ് വന്ന് നാട്ടിൽ നിന്ന് ഈ ഉറക്കവും ഇല്ലാണ്ട് ആ ഒരു അച്ഛനും അമ്മയും, കമലയെ സംബന്ധിച്ച് അത്രയും വരുന്നില്ല. അതേസമയം ശിവശങ്കരനാണെങ്കിൽ ഇനി മുട്ടാത്ത വാതിലുകളില്ല. ആ മനുഷ്യൻ ആരെയൊക്കെ വായിരിക്കുന്ന കേൾക്കണോ, ഒരു മകൻ കാരണം അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു കഷ്ടപ്പാടാണ് അല്ലേ, ഒരച്ഛൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്ന ആ ഒരു പീഡനമാണ് ഈ ഒരു കഥയിൽ നമ്മൾ കാണുന്നത് അല്ലേ. മകനെ വളർത്തിയതിൻ്റെ ദോഷവും കമലയ്ക്കുണ്ട്. പറയുന്ന രീതിയിൽ പൈസ എടുത്തു കൊടുക്കലും ഒക്കെ അച്ഛൻ നാട്ടിലില്ല. അപ്പോൾ ആ മക്കളെ ആ രീതിയിൽ വളർത്തേണ്ട ചുമതല കമലയ്ക്കായിരുന്നു. അതിൻ്റെ പാളിച്ചയാണ് ഇപ്പോൾ ഹരിക്ക് സംഭവിച്ചിരിക്കുന്നത്.
അപ്പോൾ ആ ഒരു സീന് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതിക്കുട്ടി നമ്മുടെ അലീനെ വിളിക്കുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഫുൾ റെസ്റ്റല്ലേ, ഇപ്പം ഇവിടുത്തെ അധികാരം മൊത്തം നമ്മുടെ ബബിത മേഡത്തിനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ വൈജയ മേഡം എന്തെടുക്കണമെന്ന് രേവതി ചോദിക്കുമ്പോൾ ആ മേഡം ഉണ്ട്, മേഡം എന്നോട് ഇവിടെ നിന്ന് പോകണമെന്ന് റിക്വസ്റ്റ് ചെയ്തൊക്കെയാണ്. അപ്പം രേവതിക്കുട്ടി പറഞ്ഞു ചേച്ചി എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോകേണ്ട ഒരാളല്ലേ മോളെ, എനിക്ക് എന്ത് സ്പേസാണ് ഈ കുടുംബത്തിനുള്ളത്, അതുകൊണ്ടല്ലേ പണ്ടേ എന്നെ ഉപേക്ഷിച്ചത് എന്നുള്ള രീതിയിൽ അലീന പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പക്ഷെ എന്നാണെങ്കിലും അവരറിയണ്ടേ ചേച്ചി ആരുടെ മകളാണ് എന്നുള്ളത്, അത് കാലം അറിയിക്കുമായിരിക്കും. എന്തായാലും ഞാൻ പല കാര്യങ്ങളും തീരുമാനിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി ദൈവം തുറന്നു തരും എന്നിങ്ങനെ അലീന രേവതിയോട് പറയണം. എന്നിട്ട് പിന്നെ അവർ ചിന്നുമോളുടെ കാര്യം പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തായാലും നല്ല രീതിയിൽ അത്യാവശ്യം ചിന്നുമോൾക്ക് നല്ലൊരു ഫാമിലി അച്ഛനും അമ്മയൊക്കെ കിട്ടുന്നതാണെങ്കിലും മോളെ നമുക്കത് വേണ്ടുന്ന പോലെ ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ രേവതിക്കുട്ടിക്ക് സങ്കടമാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ അത് മാത്രം കാര്യമില്ല മോളെ, അവൾക്ക് നല്ല രീതിയിലുള്ള ഒരു കുടുംബം ജീവിതമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണമെന്ന് അലീന രേവതിയോട് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇനി ഞാൻ ഒന്ന് ഫ്രീ ആയിക്കോട്ടെ എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാമെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ രോഹിത്തിനെയും കൊണ്ട് നമ്മുടെ അലീന കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ രാവിലെ ബബിതയും കൃഷ്ണമോളും അലീനയും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. എന്തായാലും ചേച്ചി പോയി നോക്ക്, അവിടുത്തെ പ്രിൻസിപ്പൾ എന്ന് പറയണത് ഒരു ഇച്ചിരി മൂച്ചാട്ടയാണെന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്. കാരണം അച്ഛൻ പറഞ്ഞു കേട്ട് അറിവാണ്. അപ്പം നമ്മുടെ അലീന പറഞ്ഞു, നമ്മളെ ഉദ്ദേശം നല്ലതാണെങ്കിൽ നമ്മൾ ശ്രമിച്ച് നോക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല മോളെ, നമുക്ക് ശ്രമിച്ച് നോക്കാം, നമുക്ക് എന്തായാലും അവൻ്റെ ഭാവി നമുക്ക് കളയാൻ പറ്റില്ല, എന്തായാലും പോയി നോക്കട്ടെ എന്നൊക്കെയുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ ഇനിയിപ്പം അലീന രോഹിത്തിനെയും കൊണ്ട് കോളേജിൽ പോകുന്ന സീന് ബാലചന്ദ്രൻ രോഹിത്തിനോടത്ത് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് അവൾ ഇത്രയും റിസ്ക് എടുത്ത് പോകുന്നത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ, അപ്പോൾ ആ രീതിയിൽ എൻ്റെ മോൻ മുന്നോട്ട് പോകണം, എന്ത് പ്രതിസന്ധി വന്നാലും അതൊക്കെ നേരിടാനുള്ള ഒരു ഇത് നിനക്കുണ്ടാവണമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വിശേഷം ഇന്ന് രാത്രി കേൾക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കേട്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുന്നു, നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിശേഷം വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.